പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാരണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചാനലുണ്ടാകാം. പക്ഷേ പലർക്കും അതറിയില്ല. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10 കാരണങ്ങളാണ് യൂട്യൂബ് കൂടുതലായിട്ട് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു കാരണമേലും നിങ്ങളുടെ ചാനലിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് നിങ്ങളുടെ ചാനലിനെ ബാധിക്കും. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം. വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബർ ഉണ്ട്, വാച്ച് ടൈം ഉണ്ട്, എന്നിട്ടും പല ചാനലിൻ്റെയും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ 10 മിസ്റ്റേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാതിരിക്കാനുള്ള ചാൻസാണ് വളരെ കൂടുതലുള്ളത്. പലരും ഇഗ്നോർ ചെയ്യുന്ന പല കാര്യങ്ങളാണിവ. ഇതിൽ ഒന്നാമത്തേത് റീയൂസ്ഡ് കണ്ടൻറ്റ്. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് നമ്മളെടുത്ത് യൂസ് ചെയ്താലും അതുപോലെ തന്നെ നമ്മളുടെ കണ്ടൻ്റ് ആയാലും, അതായത് മറ്റുള്ളവരുടെ ആയാലും നമ്മളുടെ ആയാലും കണ്ടൻറ്റ് വീണ്ടും ഉപയോഗിച്ചാൽ അതാണ് റീയൂസ്ഡ് കണ്ടൻറ്റ്. ഉദാഹരണത്തിന് മറ്റുള്ളവരുടെ വീഡിയോ, സിനിമ ക്ലിപ്പ്, റീൽസ്, ന്യൂസ് ക്ലിപ്പ്, ഇതെല്ലാം നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബ് അത് റീയൂസ്ഡ് കണ്ടൻ്റായി കാണും. മറ്റുള്ളവരുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വോയിസ് ചേർക്കുന്നതും അതുപോലെ തന്നെ വൈറൽ വീഡിയോ റീപോസ്റ്റ് ചെയ്യുന്നതും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. യൂട്യൂബിന് ഒറിജിനൽ വാല്യൂ വേണം. വ്യൂവേഴ്സിന് പുതിയ അനുഭവങ്ങൾ നൽകാത്ത കണ്ടൻറ്റ് യൂട്യൂബ് ഒരു കാരണവശാലും മോണിറ്റൈസ് ചെയ്യില്ല. രണ്ടാമത്തേത് കോപ്പിറൈറ്റ് ഇഷ്യൂ. അതായത് മ്യൂസിക്, വീഡിയോ ക്ലിപ്പ്, ഇമേജസ് എന്നിവയ്ക്കൊക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ ക്ലെയിമോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവാം. ഇങ്ങനെ നമ്മൾ കോപ്പിറൈറ്റ് മ്യൂസിക്കൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടമുണ്ട്. അതായത് ഈ ആഡ്സെൻസ് റവന്യൂ ശരിക്കും പോകുന്നത് ഒറിജിനൽ ഓണറിനായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ഫലമൊന്നുമില്ലത്. ഇനി മൂന്നാമത്തെ കാരണം ഫേക്ക് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ബോട്ട് സബ്സ്ക്രൈബർ. അതായത് ശരിയായിട്ടുള്ള രീതിയിലല്ലാതെ സബ്സ്ക്രൈബർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് അത് തിരിച്ചറിയുകയും ആ സബ്സ്ക്രൈബർ യൂട്യൂബ് റിമൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നാലാമത്തേത് ഇൻവാലിഡ് വാച്ച് ടൈം. അതായത് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി നമുക്ക് 1000 സബ്സ്ക്രൈബർ മാത്രമല്ല, നമുക്ക് 4000 വാച്ച് അവർ കൂടി വേണം. അതല്ല എങ്കിൽ 4000 വാച്ച് അവർ അല്ല എങ്കിൽ നമുക്ക് എന്ത് വേണം? 90 ദിവസത്തിന് ഉള്ളിലായിട്ട് നമുക്ക് 10 മില്യൺ ഷോർട്സ് വ്യൂസ് വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? അത് ഇങ്ങനെ ചെയ്യുന്ന, അതായത് നമ്മൾ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി, അതായത് എങ്ങനെയെങ്കിലും വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അത് ശരിയായിട്ടുള്ള രീതിയിലല്ലാതെ അത് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് വാച്ച് ടൈമായിട്ട് കണക്കാക്കും. അപ്പം ചാനൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും. അതായത് ചാനലുള്ള ഒരാൾ ആ ചാനലിലെ വീഡിയോ ഒരേട്ട് മൊബൈൽ വെച്ചിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, അത് പല പല വീഡിയോസ് ആ ചാനലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് വാച്ച് ടൈമായിട്ട് മാറും. അഞ്ചാമത്തേത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ. അതായത് റിപ്പീറ്റഡ് വാർണിങ് അല്ലെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്നിവയൊക്കെയുള്ള ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഭയപ്പെടും. ഉദാഹരണത്തിന് സ്പാം കണ്ടൻറ്റ്, മിസ്ലീഡിങ് തംബ്നെയിൽ, ഹേറ്റ് സ്പീച്ച്, ഡേഞ്ചറസ് കണ്ടൻറ്റ്, അഡൽട്ട് കണ്ടൻറ്റ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ചാനലിന്, അതായത് നോട്ട് സൂട്ടബിൾ ഫോർ അഡ്വർടൈസർ എന്നുള്ള രീതിയിലേക്ക് മാറും നമ്മുടെ ചാനൽ. ഇനി ആറാമത്തത് ലോ ക്വാളിറ്റി കണ്ടൻറ്റ്. നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് ലോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൻ്റെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവാം. മെയിനായിട്ട് നോക്കുന്നത് ഓഡിയോ ക്ലാരിറ്റി നോക്കും, അതുപോലെ തന്നെ വീഡിയോയുടെ ക്വാളിറ്റി നോക്കും, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് എഫോർട്ട് എത്രയുണ്ടെന്ന് അത് നോക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് എത്രയുണ്ടെന്ന്. ഇതൊക്കെ കറക്റ്റായ രീതിയിൽ നോക്കിയതിന് ശേഷമാണ് ലോ ക്വാളിറ്റി കണ്ടൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഏഴാമത്തെ AI ജനറേറ്റഡ് കണ്ടൻറ്റ് ഓവർ യൂസ്. അതായത് AI വോയിസ്, AI സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ AI ഇമേജസ് മാത്രം കൊടുത്തുകൊണ്ട് ഹ്യൂമൻ ടച്ച് ഇല്ലാതെ നമ്മൾ ഒരുപാട് കണ്ടൻറ്റ് ഇങ്ങനെ ഓവറായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ റിവ്യൂസ് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ റിവ്യൂ ഫെയിൽ ആവുന്നതിന് മെയിനായിട്ടുള്ള ഒരു കാരണം യൂട്യൂബിന് വേണ്ടുന്നത് എന്താണ്? ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി പ്ലസ് ഒറിജിനാലിറ്റിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ മെയിനായിട്ട് സംഭവിക്കുന്നത്. ഇനി എട്ടാമത്തേത് മിസ്ലീഡിങ് മെറ്റാഡാറ്റ. അതായത് തംബ്നെയില്, ടൈറ്റില്, ഡിസ്ക്രിപ്ഷന് എന്നിവയൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഇതുകൊണ്ടൊക്കെ മോണിറ്റൈസേഷനെ ബാധിക്കും. ഉദാഹരണത്തിനായിട്ട് ഫേക്ക് ന്യൂസ് തംബ്നെയിൽ 100% ഗ്യാരണ്ടഡ് എന്ന് കാണിക്കുന്ന ഷോക്കിംഗ് ഫേക്ക് ടൈറ്റിൽ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോളിസി ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒമ്പതാമത്തെ ഇൻആക്റ്റീവ് ചാനൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് അപ്ലോഡ്. അതായത്
ഒരുപാട് സമയമായിട്ട് ആക്റ്റീവ് അല്ലാത്ത ചാനൽ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്രൂവലിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ആകാൻ വൈകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം എന്താണ്? യൂട്യൂബ് നോക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആണോ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. അത് കാരണമാണ് ഇങ്ങനെ വൈകുന്നത്. 10ാമത്തേത് അഡ്വർടൈസർ ഫ്രണ്ട്ലി അല്ലാത്ത കണ്ടൻറ്റ്. അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ആർട്സ് മുഖാന്തരമാണ്. ഈ ആർട്സ് മുഖാന്തരം വരുമാനം കിട്ടാത്ത രീതിയിലുള്ള കണ്ടൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂട്യൂബിന് സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസർ സേഫായ കണ്ടൻറ്റിലാണ് ആർട്സ് കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകാനുള്ള ചില കണ്ടൻറ്റുകളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകൾ അത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വയലൻസ്, അബ്യൂസ്, കോൺട്രവേഴ്സ്യൽ ടോപ്പിക്ക്, വൾഗർ ലാംഗ്വേജ്, സെൻസിറ്റീവ് കണ്ടൻറ്റ് ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.